4 മാസം മുന്നേ കേരളത്തിൽ വിവേദമായൊരു സിനിമയിൽ പ്രമേയം തന്നെയും ഹോമോസെക്ഷൽ ജീവിതമായിരുന്നു, ആണും ആണും ചേർന്നുള്ള ദാമ്പത്യ ജീവിതമായിരുന്നു. ഈ വർഷം ജനുവരി 1-ാം തീയതി ന്യൂ ഇയർ ആഘോഷിക്കുന്നതിനിടയ്ക്ക് 14-16 വയസ്സുള്ള 2 കുട്ടികൾ ചേർന്നാണ് ഒരു യുവാവിനെ കുത്തിക്കൊന്നത്. എന്തായിരുന്നു അവർ പറഞ്ഞ കാരണം? 2 പെൺകുട്ടികളെ കയ്യും പിടിച്ചിട്ട് ഇരുട്ടുഭാഗത്തേക്ക് ഇവർ നടന്നു പോകുന്നത് ആ ചെറുപ്പക്കാരൻ ചോദ്യം ചെയ്തു. അതവർക്ക് പ്രകോപനമായി. അവരെ നിരന്തരം ആത്മീയതയിൽ നിന്ന് മാറ്റി നിർത്താനുള്ള സിനിമക്കാരുടെ കവിതകൾ അവരുടെ മനസ്സിൽ വന്നു. കട്ടച്ചോര കൊണ്ട് ജ്യൂസ് അടിച്ചിട്ട് സോഡാ സർവത്ത് കഴിക്കാനുള്ള പാട്ട് അവർ ഓർത്തു. അങ്ങനെ കട്ടച്ചോരയ്ക്ക് വേണ്ടിയിട്ട് അവർ 17 കുത്ത് ആ ചെറുപ്പക്കാരൻ്റെ നെഞ്ചിൽ തന്നെ ഏൽപ്പിക്കുന്നു. നമ്മുടെ കേരളത്തിൽ നാസ്തികത പതിയെ ഇങ്ങനെ മുളച്ചു വരുന്നത് നമ്മൾ കാണുന്നുണ്ട്. അതനുസരിച്ച് ആത്മഹത്യയിൽ വർധനവ് വരുന്നുണ്ട്, കൊലപാതകത്തിൽ വർധനവ് വരുന്നുണ്ട്, മയക്കുമരുന്നിൻ്റെയും മദ്യത്തിൻ്റെയും ഉപയോഗത്തിൽ കണക്കില്ലാത്ത വിധം വർധനവ് വരുന്നുണ്ട്. ജനുവരി മാസത്തിൽ മാത്രം ഈ മദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും ഫലമായി 10ഓളം കൊലപാതകങ്ങളാണ് കേരളത്തിൽ നടന്നത്. ഇന്ന് പോലും അത് നടന്നിട്ടുണ്ട്. മാതാക്കളെയൊക്കെ ജന്മം നൽകി എന്ന ഒരൊറ്റ കാരണത്തിന് വേണ്ടി പണിഷ്മെൻ്റായി അറുത്ത് തല മാറ്റി വെക്കുന്നവർ വളർന്നു വരുന്നുണ്ട്.